അങ്ങനെ ബിരിയാണി ചെമ്പ് റെഡി. ഇന്നലെ നിർത്തിയോടത്തുനിന്ന് ആ ചെമ്മീൻ ബിരിയാണി അങ്ങോട്ട് തുടങ്ങാല്ലേ. ഇന്നലെ ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ വെട്ടിയരിഞ്ഞ് ഫ്രിഡ്ജ് കയറ്റിയ പച്ചക്കറികൾ ആദ്യം നമുക്ക് പുറത്തിറക്കാം. ഇനി ഫ്രീസറിലിരുന്ന് തണുത്ത് മരവിച്ചു പോയ ചെമ്മീൻ നമുക്ക് വെള്ളമൊഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം. അരിയും കൂടെ ഒന്ന് കഴുകി കഴിഞ്ഞാൽ നമ്മൾ റെഡി. അപ്പൊ ഓക്കെ, കലാപരിപാടി തുടങ്ങുകയായി. പോയി ലിസൺ. നമ്മൾ അരി വെച്ചാണ് തുടങ്ങുന്നത്. കുക്കറിലോട്ട് എണ്ണയും നെയ്യും ഒഴിച്ച് കറുകപ്പട്ട, ഗ്രാമ്പൂ, ജാതിപത്രി, ഏലക്ക, ബേ ലീവ്സ് അങ്ങനെ ഇഷ്ടമുള്ളതെല്ലാം ഇടരുത് കേട്ടോ. സ്പൈസസ് ആഡ് ചെയ്ത് അതിലോട്ട് അരിയിട്ട് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം 1 കപ്പിന് 1.25 വെള്ളം ഒഴിച്ച് ഉപ്പും നാരങ്ങയും പിഴിഞ്ഞ് വിസിലിടാതെ 8 മിനിറ്റ്. ഇനി ഒന്ന് ശ്വാസം എടുക്കട്ടെ കേട്ടോ. ഈ ഒരു സീൻ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഒരു പരസ്യമാണ്. ഭാര്യയെ സ്നേഹിക്കുന്നവർ എങ്ങനെ പ്രീതി മിക്സി ഗ്രൈൻഡർ വേണ്ടാന്ന് പറയും. അങ്ങനെ പ്രീതിയിലരിഞ്ഞ ഉള്ളി നമുക്കൊന്ന് വറുത്തെടുക്കാം. പാചകത്തിനൊപ്പം വിഷ്ണു ഇവിടെ ക്ലീനിങ്ങും കൂടെ നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ അവസാനം ഇതെല്ലാം കൂടെ നല്ല പണിയായിരിക്കും. ഇനി മസാലയ്ക്ക് വേണ്ടി പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. ഇനി എണ്ണയും നെയ്യും ഒഴിച്ച് ഇഷ്ടമുള്ള സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് തക്കാളിയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നേരത്തെ വറുത്ത് വെച്ച സവാള, എണ്ണയൊക്കെ തെളിഞ്ഞ് ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്ക് ചെമ്മീനും കൂടെ ഇട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ചെമ്മീൻ വെന്തപ്പോക്ക് റോസ് എത്തിയല്ലോ. ഇനി നമുക്ക് മല്ലിച്ചപ്പും പുതിന ഇലയും കൂടെ ആഡ് ചെയ്ത് നമുക്കൊന്നും കൂടെ വരട്ടിയെടുക്കാം. ദേ വരണ്ട് വന്നപ്പോക്ക് എല്ലാവരും എത്തി. ഇനി നമുക്ക് ഒരുമിച്ചാവാം കുക്കിംഗ്. അല്ലെങ്കിൽ ഈ ബിരിയാണി ദമ്മിടുമ്പോഴും പൊട്ടിക്കുമ്പോഴും ഒക്കെ ഒരു 4-5 ആൾക്കാരെങ്കിലും മിനിമം വേണം. എന്നാലല്ലേ ആ ഒരു രസമുള്ളൂ. ഇനി ലോ ഹീറ്റിൽ ഒരു 1/2 മണിക്കൂർ ഒന്ന് ദമ്മിലിരിക്കട്ടെ. എന്നാലേ ആ മസാലയുടെ ഫ്ലേവറൊക്കെ കൂട്ടി ചോറിലോട്ട് പിടിക്കൂ. ആ ദമ്മ് പൊട്ടിച്ചപ്പോൾ എന്തൊരു മണമായിരുന്നു എന്നറിയോ. കുറച്ച് അണ്ടിപ്പരിപ്പിന്റെയും മുന്തിരിയുടെയും കുറവുണ്ട്. അടുത്തവണ ശരിയാക്കാം. ആദ്യത്തെ പ്ലേറ്റ് റോസിന്. ഇവളാണ് നമ്മുടെ കൂട്ടത്തിലെ ഭക്ഷണപ്രേമി. എങ്ങനെയുണ്ട് നമ്മുടെ ചെമ്മീൻ ബിരിയാണി? ഇനി എല്ലാവർക്കും ഉള്ളത് വിളമ്പി നമുക്ക് ഒരുമിച്ച് കഴിക്കാം. നല്ല ചെമ്മീൻ ബിരിയാണിയും സാലഡും കച്ചമ്പറും മിൻ ചട്നിയും കാരക്കച്ചാറും മുട്ടയും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരും. ഇതാണോ ഈ പെർഫെക്റ്റ് സാറ്റർഡേ ലഞ്ച്? ഈ ഭക്ഷണം അല്ലെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊപ്പം കഴിക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടും അല്ലേ?